അവസാന റൗണ്ടിൽ ടാസ്ക് ചെയ്യുമെന്നത് അനീഷും നൂറയുമാണ്. നൂറയ്ക്കെതിരെ ആര്യൻ, അക്ബർ, നെവിൻ 3 പേരും ഭയങ്കര ഫയറിങ് നടക്കുകയാണ്. നൂറ ചെയ്യുന്നത് ശരിയല്ല, നൂറ ഇപ്പം ചെയ്ത കള്ളക്കളിയാണ് എന്ന് പറഞ്ഞിട്ട് ആദില ഇതിനെതിരെ സംസാരിക്കുന്നു, അനിമോള് സംസാരിക്കുന്നു. മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഏകദേശം ടാസ്ക് കഴിയാറായപ്പോഴത്തേനും നെവിന് പറയുന്നത് അനീഷ് ഏട്ടൻ്റെ യെല്ലോ കറക്റ്റല്ല, റെഡ് കറക്റ്റല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷ് വന്ന് വീണ്ടും അത് ഇളക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ബാക്കി കണ്ടസ്റ്റൻറ്റുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇവരാണ് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടുന്നത്. അപ്പോൾ അഭിപ്രായം പറയാൻ ഇപ്പം നിൽക്കുന്ന ആര്യനാണ്. ആര്യൻ ഒട്ടും സമ്മതിക്കുന്നില്ല, നൂറ ചെയ്തിരിക്കുന്ന മൊത്തം തെറ്റാണെന്നാണ് വാദിക്കുന്നത്. കാരണം ആര്യൻ്റെ ടാസ്കിൻ്റെ ടൈമിൽ ആര്യൻ കള്ളം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആദിലയും നൂറയും സംസാരിച്ചതിൻ്റെ എതിരായിട്ടാണ് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. ഭയങ്കര ബഹളം നടക്കുകയാണ് ലൈവിൽ. നമുക്കത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തൊരു അടിയാണ് എല്ലാവരോടും ചേർന്ന് നടത്തുന്നത്. ഒരു ടാസ്കിനകത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യമില്ല. സൈലൻ്റായിട്ട് ചെയ്യാവുന്ന ഒരു ടാസ്ക്കാണിത്. അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടൻ്റെ യെല്ലോയും റെഡും ശരിയല്ല, ഗ്രീൻ മാത്രമാണ് അനീഷേട്ടൻ്റെ ശരിയായിട്ടുള്ളത്. നൂറയുടെ റെഡും യെല്ലോയും കറക്റ്റ് അല്ലെന്ന് ആര്യനും അക്ബറും കൂടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. അത് കറക്റ്റ് ആവാതെ ഇത് ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം അവിടെ വീണ്ടും നമ്മൾ ഇന്ന് ആ മുള്ളിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ ആ പുതിയ ടൈം ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടാസ്ക് കഴിഞ്ഞെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യുകയും വേണം. അതാണ് ഈ ടാസ്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. ഈ ഒരു സൈസ് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യുന്നത് ഇച്ചിരി പാട് തന്നെയാണ്. ആര്യനും അക്ബറും നെവിനും കൂടെ ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ട് നൂറയുടേത് കറക്റ്റല്ല എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് നൂറയുടെ വലതുവശം ഒന്ന് കറക്റ്റ് ചെയ്യുമെന്ന്. നൂറ പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവർക്കും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പം ബിഗ് ബോസ് പറയാണ് നൂറ ഫിഷിൻ്റെ താഴ്ഭാഗം ശ്രദ്ധിക്കൂ. ആര്യം പറയുന്നുണ്ട് ഇതെന്തുവാ, ഇത് നോക്കിയേ, ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആര്യം വന്ന് നിന്നപ്പോഴത്തേന് ബിഗ് ബോസ് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കുക. അനുമോള് മാക്സിമം സഹായിക്കുന്നുണ്ട്. സൈഡിൽ നിന്നിട്ട് അനുമോള് പറയുന്നുണ്ട് അതല്ല മോളെ, നീള കൂടുതൽ വേറെയാണ്, അതിൻ്റെ മുകളിലുള്ളത് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അനീഷാണ് ഇവർ രണ്ടുപേരിൽ മുന്നേ തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്നത്. നൂറയുടെ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട് വലതുവശത്ത് താഴ്ഭാഗം നോക്കൂ. ഇപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും ലിവിങ് റൂമിലേക്ക് വന്നിട്ടുണ്ട് സ്കോർ ബോർഡ് അറിയാൻ വേണ്ടി. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.